സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അത്യന്തം ദുഃഖകരമായ ഒരു സാഹചര്യമായിരുന്നു ഇവിടെ മൃതദേഹം എത്തിച്ച സാഹചര്യത്തിലുണ്ടായിരുന്നത്. അയൽവാസികളൊക്കെ തന്നെ വിങ്ങിപ്പോട്ടുന്ന കാഴ്ചയുണ്ടായിരുന്നു. മക്കൾ അലമുറയിട്ട് കരയുന്ന കാഴ്ചകളൊക്കെ തന്നെ എല്ലാവരിലും വലിയ സങ്കടമാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാകും. ആദ്യഘട്ടം മുതൽ തന്നെ ചെന്താമരയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയൽവാസികൾ ഇവിടെയുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. കാരണം ഇപ്പോഴും പ്രതിയെ പിടികൂടാത്തതിൽ അവർക്കൊക്കെ വലിയ അമർഷമുണ്ട്. സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ, ഇപ്പോഴും ചെന്താമരയെ പിടിച്ചിട്ടില്ലല്ലോ. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? പിടിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരെ പിടിച്ച് തല്ലിക്കൊല്ലും. അതാണ് ഞങ്ങൾക്കതാ വേണ്ടത്. നാട്ടുകാരുടെ കൈ കിട്ടണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അയാൾ മരണപ്പെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. മരിക്കണം അയാൾ. പക്ഷേ പോലീസുകാരിൽ കിട്ടി ഞങ്ങൾക്ക് വലിയ സേഫല്ല. കുറച്ച് ദിവസമൊക്കെ ജയിൽവാസമൊക്കെ കഴിഞ്ഞൊരു 4-5 വർഷം കഴിഞ്ഞ് വീണ്ടും അയാൾ തന്നെയല്ലേ ചെയ്യുക. ഇപ്പോൾ 2 ആദ്യം ഒന്ന് ചെയ്തു, ഇപ്പോൾ ജയിൽവാസം കഴിഞ്ഞ് 2 കഴിഞ്ഞു. ഇനി അടുത്തത് ഇനിയിപ്പോൾ 5 ആകാം, 6 ആകാം. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. ഫുള്ളായിട്ട് അനാഥയായിട്ട് ആരുമില്ലാതായിട്ടുണ്ട്. അമ്മനെ നഷ്ടപ്പെട്ട് വളരെ വേദനയോടെയാണ് ആ കുട്ടി 5-6 വർഷങ്ങൾ കുട്ടികൾ കഴിച്ചു കൂട്ടിയത്. അച്ഛനുണ്ട്. അച്ഛൻ 2 ആഴ്ച കൂടുമ്പോഴേക്കേ ജോലി കഴിഞ്ഞിട്ട് വരുള്ളൂ. അവർക്ക് ഏക സമാധാനവും ഒരാശ്രയവും അച്ഛനായിരുന്നു. അച്ഛമ്മയും അവരെയും വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി ഇരിക്കുകയാണ്. അനാഥ എന്ന് പറഞ്ഞാൽ അനാഥ. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം? അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അയാൾ അത്രയും ക്രിമിനലാണ്. അയാളെല്ലാം ഞാൻ പറഞ്ഞു എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് നടക്കണം. എന്ത് ചെയ്യണം? കൊല ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? അത് എങ്ങനെ ചെയ്യണം? ആരും അറിയാതെ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഏത് വഴിക്ക് അയാൾ രക്ഷപ്പെടണം എന്നുള്ളതെല്ലാം അയാൾ കണ്ടുവച്ചിട്ട് വളരെ പ്ലാനിങ്ങോടെ ചെയ്ത് സംഭവത്തിന് ശേഷം ഇവിടെ നടക്കുന്നൊക്കെ അയാൾ അറിയുന്നുണ്ടാവും എങ്ങനെയും. ഉറപ്പാണ്. നേരത്തെ അങ്ങനെ കൊല ചെയ്ത ശേഷം അയാൾ എല്ലാവരും ഇവിടെ ബോഡിയൊക്കെ എടുത്തതിന് ശേഷം ശാന്തമായതിനു ശേഷം അയാൾക്ക് നല്ല വിശപ്പ് തോന്നിയ സമയത്താണ് രാത്രി അയാളുടെ വീട്ടിലേക്ക് ഭക്ഷണം കയറിക്കാൻ പോയത്. എന്ന് വെച്ചാൽ അവൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക്, അപ്പുറത്തെ വീട്ടിലേക്ക്. അവിടെ വെച്ചിട്ടാണ് പിന്നെ അവിടെ ആരോ കണ്ടപ്പോഴാണ് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോലീസ് കോടൊക്കെ പോയിട്ട് അവിടുന്ന് അന്ന് മറ്റുള്ളവർക്ക് അയാളിനെ തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ അയാളിനെ അത്രയും സംരക്ഷണത്തോടെയാണ് അയാൾ കോടതിക്ക് കൊണ്ടുപോയത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യണം പറഞ്ഞാൽ ചെന്താമരനെ എങ്ങനെയാണ് പിടിക്കണം? അതിൻ്റെ അമ്മയെ ആദ്യം പിടിക്കണം. അതിൻ്റെ അമ്മനെ കൊണ്ടുപോയി പിടിച്ചാലേ ചെന്താമര എവിടെ ഉണ്ടെങ്കിലും പുറത്ത് വരുമല്ലോ. പുറത്ത് വരാതെ എത്ര കാലം ചെന്താമര ഒളിയും? വയസ്സായി വേണ്ട നമ്മൾ കരുണ കാണിച്ചിട്ട് കാര്യമില്ല. ഈ മക്കൾക്ക് ആരും ഇല്ലാതായി പോയില്ല. മക്കളിപ്പോൾ അനാഥയായി കിടക്കുകയാണ്. മക്കൾക്ക് ആരുണ്ടിനെ സംരക്ഷിക്കാൻ? അപ്പോൾ ഉറപ്പായിട്ടും ചെന്താമരനെ പിടിക്കണം. പിടിച്ച് പോലീസിന് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. പോലീസ് 5 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും അയാൾ നടക്കും. വീണ്ടും അയാൾ ഇനിയും അയാൾ പറഞ്ഞിരിക്കുന്നത് ഇനിയും 2-3 കൊല്ലം ചെയ്യുന്നതാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ആരെപ്പോൾ എന്ത് ചെയ്യുന്നത് ഉറപ്പ് പറയാൻ പറ്റില്ല. നാട്ടുകാർ പിടിക്കണം. നാട്ടുകാർ പിടിച്ചാൽ അവർ അമ്മയെ പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ അറിയാം. അമ്മയാണ് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് മകനെ. എപ്പോൾ വരുമ്പോഴും അമ്മയാണ് ആ ഭക്ഷണം അവിടെ കൊടുക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് രാത്രി ഒരു 10 മണിയാകുമ്പോൾ കിട്ടുന്നുള്ളൊരു പകുതി ഉറപ്പുണ്ട്. അവനെവിടെയും പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പോയി പുഷ്പയും ബിന്ദുവിനെയാണ് ഇപ്പോൾ അടുത്ത പ്ലാനിങ് അയാൾ ഇട്ടിരിക്കുന്നത്, ലക്ഷ്യം ഇട്ടിരിക്കുന്നത്. ഈ പുഷ്പ, ബിന്ദു അങ്ങനെയുള്ളവരെയൊന്നും. പക്ഷേ പുഷ്പ ചേച്ചിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇയാളുടെ കയ്യിൽ നിന്ന് എപ്പോഴും വേണമെങ്കിലും കൊലപ്പെടാമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കായിരുന്നു. എന്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ പേടി കൊണ്ടാണ് അവർ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയത് തന്നെ. പക്ഷേ പ്രതീക്ഷിക്കാതെ ഇപ്പോൾ പെട്ടത് ഇവരാണ്. ബലികടയത് ഇപ്പോൾ ഇവരാണ്. അമ്മയും മോനാണ് പാവം. ഒന്നും അറിയാത്തൊരു അമ്മയും. ആ അമ്മ അപ്പോഴും പറഞ്ഞു അത്ര ആൾ വന്നിട്ടുണ്ട് ഇവിടെ, പേടിക്കണം. അപ്പോൾ എനിക്കൊരു പേടിയില്ല, ഞാൻ വയസ്സായതല്ലേ, എന്നെ ഒന്നും ചെയ്യില്ല, അവൻ എന്നെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ഇരുന്ന ഒരു അമ്മയായിരുന്നു. പറ്റില്ല. അയാൾ എപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ടോ അതിന് ശേഷം 2 കുട്ടികൾ ഇവിടേക്ക് വന്നിട്ടില്ല, പേടിച്ചിട്ടാണ് വരാണ്ടിരുന്നത്. അപ്പോൾ അപ്പോഴും പറഞ്ഞു അവിടെ അച്ഛനടുത്തും അച്ഛമ്മ അവിടെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് പോര്, ഇവിടെ താമസിക്കുക, അമ്മയുടെ വീട്ടിലെങ്കിലും താമസിക്കാന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞു ഇല്ല, ഇനിയിപ്പോൾ ഞാൻ വയസ്സായില്ല, ഇനിയിപ്പോൾ ആരെന്നെയും ഒന്നും ചെയ്യാൻ വരില്ല. അവൻ്റെ പക അതോടെ അവനെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നല്ല മനുഷ്യനായിട്ട് ഇരിക്കുമായിരിക്കും. ഇതുവരെ ഒരു പ്രശ്നമൊന്നുമില്ല, പോകുന്നുണ്ട്. പിന്നെ അല്ലാതെ സാറേ സപ്പോർട്ടിന് അവൻ്റെ വീട്ടുകാരുണ്ടാകുമ്പോൾ പിന്നെ അവൾക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ ചെയ്യുക? പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവർ പറഞ്ഞു അവർ 6 കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിലേക്കല്ലേ വരുന്നത്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അയാൾ പിടിച്ചാലും ഒരു തരത്തിലുള്ള കുറ്റബോധം ഉണ്ടാവും തോന്നില്ല. സാറേ ഞാൻ പറയട്ടെ, അയാൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനിയും ചെയ്യും എന്നുള്ളതാണ്. അയാൾ ഒരു അറപ്പുമില്ലാതെ പറയണം ഞാൻ ഇനിയും ചെയ്ത് ഞാൻ ഇനി പോവും. ഒരെണ്ണം ചെയ്താലും 10 ചെയ്താലും ശിക്ഷ ഒന്നാണെന്ന് അയാൾ എപ്പോഴും പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അയാൾ ആ സജിത്ത് ചേച്ചിനെ കൊന്നതിന് ശേഷം റിമാൻഡിൽ പോയപ്പോൾ പോലീസുകാരോട് അതാണ് പറഞ്ഞത്. എനിക്ക് ഇനിയും ഖേദമുണ്ട്, എനിക്ക് ഒരാളെ കൊല്ലാൻ പറ്റുള്ളൂ, ഇനിയും എൻ്റെ മനസ്സിൽ ഇനിയും കുറച്ച് പേരുണ്ട്, എനിക്ക് ഉന്നം കിട്ടിയില്ല, ഞാൻ ഇപ്പോഴും നോക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ല, എനിക്ക് അതിൽ വളരെ സഹതാപം ഉണ്ടെന്നാണ് അയാൾ പറയുന്നത്. എനിക്ക് വളരെ നിരാശയാണ് എനിക്ക് എനിക്ക് ഒരാളെ കൊല്ലാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിരാശ അയാൾക്ക് ഇപ്പോഴും ഉണ്ട്. നാട്ടുകാരുടെ അമർഷം, ശേഷം തൊട്ട് അടുത്ത് താമസിക്കുന്ന അയൽവാസികളായിട്ടുള്ള ചേച്ചിമാരുടെ അതൃപ്തി, അമർഷമൊക്കെ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാട്ടുകാർ ചെന്താമരയെ പിടികൂടും, അതുമായി ബന്ധപ്പെട്ട കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലുള്ള കുറ്റബോധവും അയാൾക്ക് ഉണ്ടാകില്ല എന്നും നാട്ടുകാർ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിയെ എന്തുകൊണ്ട് പോലീസ് പിടികൂടുന്നില്ല ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.